ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. നിങ്ങൾക്ക് കാണാം ചെറിയൊരു കാട്ടിക്കൂടെയൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ മാറിയിട്ടുള്ള ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. ഒരപ്പംകെട്ട് എന്നാണ് പേര്. ചെറിയ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബൈക്ക് മുകളിലേക്ക് നമുക്ക് സുഖമായിട്ട് കയറ്റാൻ വലിയ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. കാറ് താഴെ തന്നെ ഇടേണ്ടി വരും. അപ്പോൾ ബൈക്ക് അവിടെ വെച്ചിട്ട് നമുക്ക് താഴത്തേക്ക് കുളിക്കാനൊക്കെ ഇറങ്ങാം. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ കുറച്ച് വേണ്ടിയാൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടേക്ക് എങ്ങനെ വരാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് വീടിൻ്റെ അടുത്തുള്ള എൻ്റെ ഫ്രണ്ട്സായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളിങ്ങനെ ഒരുമിച്ചിരുന്നപ്പോൾ നമുക്കൊന്ന് ഒരപ്പംകെട്ട് വരെ പോയാലെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. മഴയൊക്കെ ഉണ്ടായിരുന്നു, മഴയൊന്നും ഞങ്ങൾ നോക്കിയില്ല. അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി വെച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങാം. താഴത്തേക്ക് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം, നല്ല വഴുക്കലും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്, നിറച്ച് പാറയാണ്. ഇതിപ്പോൾ ജൂലൈയിൽ എടുത്തൊരു വീഡിയോ ആണ്. പോസ്റ്റ് ചെയ്യണ 2 മാസം കഴിഞ്ഞിട്ടാണ്. ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. കഴിഞ്ഞ ആഴ്ച പോയവർ പറഞ്ഞത് നമ്മളിപ്പോൾ ഈ കാണാൻ പോണ പാറകളൊന്നും ഇപ്പോൾ കാണാനില്ല, ഫുള്ള് വെള്ളം മൊത്തം മൂടി കിടക്കാന്നാണ് പറഞ്ഞത്. നിങ്ങൾ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കാണുന്നത് ഇങ്ങനൊരു വ്യൂ ആണ്. ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു ചെക്ക് ഡാം ഉണ്ട്. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് കുളിക്കാൻ ഇറങ്ങാനൊക്കെ ആയിട്ടുള്ള ഹൈറ്റും കാര്യങ്ങളൊക്കെ വെള്ളത്തിനുള്ളൂ. ഇങ്ങോട്ട് വരുമ്പോൾ ഫുള്ള് പാറയാണ്, കുറേ കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കി നോക്കി വേണം നടക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പാറയുടെ അപ്പുറത്തോട്ടൊക്കെ പോവാം. നമുക്ക് ഞാൻ ആ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്കിവിടെ താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ കുഴികളൊക്കെ കാണാം. അത് ഈ പാറയിൽ വെള്ളം വന്ന് കുത്തിയിട്ട് പാറയൊക്കെ പൊട്ടി പൊട്ടി കുഴിയായതാണ്. ഇതുപോലെ കുറേ കുഴികൾ ഈ പാറയുടെ പുറത്തൊക്കെ ഉണ്ട്. നോക്കി കാല് വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഉള്ളിൽ പോകും. ആ പാറയുടെ ഉള്ളിലൊക്കെ നല്ല ആഴമാണ്. നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാം. അവിടെ കുറച്ചും കൂടി നല്ല അടിപൊളിയുള്ള വെള്ളച്ചാട്ടം ഉണ്ടെന്ന് അവരൊക്കെ പറഞ്ഞു. അത്യാവശ്യം നല്ല വഴുക്കലുണ്ട്. സ്പൈഡർമാൻ എന്നെ പിടിക്കുമ്പോ നിങ്ങൾ ഒരപ്പംകെട്ടിലേക്ക് എങ്ങനെ എത്താന്നുള്ള റൂട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. മണ്ണുത്തിയിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉണ്ട് പട്ടിക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക്. ആ പട്ടിക്കാട് നിന്ന് റൈറ്റിലേക്ക് ഒരു റോഡ് പോകുന്നുണ്ട്, പീച്ച് റോഡ് എന്നാണ്. പീച്ച് ഡാമിലേക്കൊക്കെ ആ റൂട്ട് തന്നെയാണ് നമ്മൾ പോവുക. ആ റോഡിൽ കയറിയിട്ട് ഏകദേശം ഒരു 7.5 കിലോമീറ്റർ കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്. ആ വഴിയുടെ പേര് മയിലാട്ടുംപാറ എന്നാണ്. അവിടെ ആരോടെങ്കിലൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞു തരുന്നതായിരിക്കും. ആ വഴി ഒരു 2.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പാലം കാണാം, പൈപ്പ് ലൈനൊക്കെ താഴത്തായിട്ട്. ആ വഴി നേരെ പോയി കഴിഞ്ഞാൽ ആ ഒരു പാലം കടന്നു കഴിഞ്ഞാൽ ഒരു ഓഫ് റോഡൊക്കെ നിങ്ങൾക്ക് കാണാം. ആ വഴിയാണ് നമ്മൾ ആദ്യം വന്ന വീഡിയോ കാണിച്ചത്. അവിടെ നിന്ന് ഇറങ്ങിയാൽ നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ നന്നായിട്ട് കാണാം. ഇവിടെ എനിക്ക് തോന്നിയൊരു കാര്യം, പേഴ്സണലി തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആതിരപ്പള്ളി മിസ് ചെയ്യണ ആർക്ക് വേണേലും ഇവിടെ വരാം. ഫ്രണ്ട്സായിട്ടോ ഫാമിലിയായിട്ടോ വരാം, കുളിച്ചിട്ടൊക്കെ പോകാം. കുറച്ചുകൂടി സേഫാണ്. ആതിരപ്പള്ളിയേക്കാളും കുറച്ചുകൂടി സേഫായിട്ട് നമുക്ക് ഇവിടെ അടിച്ചു പൊളിക്കാനൊക്കെ പറ്റും. അങ്ങനത്തെ ഒരു സ്ഥലമാണ്, വലിയ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ആഴളൊക്കെ ഉണ്ട്. ഏകദേശം എത്രയുണ്ട്? അങ്ങനെ ജിൻഡോൻ്റെ അളവെടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ പറ്റിയ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവരിറങ്ങി, ഞാനിറങ്ങി കുറച്ചൊന്ന് നീന്തി നോക്കി, ട്രയൽ അടിച്ചതാണ്. പക്ഷെ എനിക്ക് പറ്റണില്ല, പഴയ പോലെ എന്തായാലും നീന്താൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി.
അതുകൊണ്ട് ഞാൻ അപ്പുറത്തോടെ കറങ്ങി വരാനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. നീന്താൻ അറിയാത്തവർക്ക് ഇങ്ങോട്ട് വരാം. ഒരു പോയിന്റ് എത്തിയാൽ ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് ഇറങ്ങി ഒന്ന് വീണ്ടും തിരിച്ച് കയറേണ്ട ഒരു ആ പാറയിൽ കൂടെ നമുക്ക് നടന്ന് അപ്പുറത്തോട്ട് പോകാം. ആ വഴി നിങ്ങൾക്ക് ഞാൻ ഇതിൽ കൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ജോസഫ് പറഞ്ഞ പോലെ നമുക്ക് അവിടം വരെ നീന്തിപ്പോന്ന് വെച്ചാൽ കുറച്ച് ടാസ്ക്കാണ്. കാരണം പറയുകയാണെങ്കിൽ അന്നക്കോണ്ട സിനിമ ഉണ്ട്, അതിലൊരു റിവറിൻ്റെ ഒരു ആംബിയൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെയാണ് ഈ സംഭവം കിടക്കുന്നത്. കുറേ മരത്തിൻ്റെ ജില്ലകളും ഇലകളൊക്കെ വീണിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്താ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ പറ്റാവുന്നിടത്തോളം നമ്മൾ ഈ പാറയിൽ കൂടെ നടന്നു പോയിട്ട് ഇറങ്ങി കയറിയൊക്കെ പോകേണ്ടി വരും. കാരണം ചില സ്ഥലത്ത് പാറ ഭയങ്കര സ്ലോപ്പും ഭയങ്കര തെന്നലുമാണ്. അതുകൊണ്ട് റിസ്ക് എടുത്ത് അതിൻ്റെ മുകളിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തെന്നി അടിച്ച് നിലത്ത് വീഴാൻ ചാൻസ് ഉണ്ട്. അതുപോലെ പറ്റുന്നിടത്തോളം നടന്നിട്ട് പിന്നെ ഇറങ്ങിയിട്ട് വീണ്ടും കയറേണ്ടി വരും. എനിക്ക് നീന്താൻ അറിയാത്ത കാരണം ഇവരുടെ ഹെൽപ്പ് എന്തായാലും എനിക്ക് ആവശ്യമാണ്. പിന്നെ പറയണ്ടല്ലോ, ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം, ഒരു പേടിയും പേടിക്കണ്ട, ഹെൽപ്പ് ചെയ്തോളും, ഒരു പ്രശ്നമില്ല. അങ്ങനെ ഞങ്ങൾ പാറയുടെ മുകളിൽ കയറി ഇറങ്ങി കയറി അങ്ങനെയൊക്കെ ആയി ഇവിടേക്ക് എത്തി. ഇനി നമുക്ക് ആ മരത്തിൻ്റെ അടിയിലേക്ക് പോകണ്ട കേട്ടോ. അങ്ങനെ ചെറിയ വീഴ്ചകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, മരത്തിൻ്റെ അടിയിലേക്ക് എത്തിയിട്ടുണ്ട്. എനിക്ക് ഉറപ്പംകെട്ട് വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്പോട്ട് ഏതാണെന്ന് വെച്ചാൽ ഇതാണ് ഞാൻ പറയുക. കാരണം നമ്മൾ അവിടെ നിന്ന് അത്രയും സ്ട്രഗിൾ എടുത്തിട്ടാണ് ഇവിടം വരെ എത്തിയത്. നല്ല അടിപൊളിയാണ് ഇവിടെ വന്ന് ഇരുന്ന്. ഇവിടെ വഴുക്കൽ കുറച്ച് കുറവാണ്, എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്, ഇനി ആരും വരാനൊന്നുമില്ല. അവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് കറങ്ങി തിരിഞ്ഞൊക്കെ ഇവിടെ വരെ എത്താം. ഇവിടെ ഇരുന്ന് നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കാം എല്ലാവരുമായിട്ട്. അടിപൊളി പ്ലേസാണ്. ഞങ്ങൾ ഏകദേശം 1 മണിക്കൂർ അവിടെ ഇരുന്നു, കുറച്ച് നേരം വെള്ളത്തിലൊക്കെ നിന്നു. ഇനി ഞങ്ങൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കണം. മേഘമൊക്കെ ഏകദേശം കറുത്ത് തുടങ്ങി, മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേഗം ലേറ്റ് ആകണില്ലേ, വേഗം വീടെത്താനുള്ള പരിപാടിയിലാണ്. ഈ വീഡിയോ കാണുന്നവർ പറ്റുമെങ്കിൽ ഈ സ്ഥലം ഒന്ന് വന്ന് കണ്ടിട്ട് പോകണം. ഈ ഒരു സ്പോട്ടിലേക്ക് പറ്റുമെങ്കിൽ ഒന്ന് വരിക. റിസ്ക് എടുത്ത് എന്തായാലും വരാൻ പറയില്ല. അത്യാവശ്യം നല്ല സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. എല്ലാവരും പറ്റിയ ഈ സ്ഥലം വരെ ഒന്ന് വന്നിട്ട് പോവാം. ഇനി നിങ്ങൾക്ക് വെള്ളത്തിൽ ഇറങ്ങണ്ട, ജസ്റ്റ് വന്ന് കണ്ടാൽ മതി. അല്ലെങ്കിൽ നീന്താൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ ഇറങ്ങിയ ചെക്കിടാവിൻ്റെ ഭാഗമാണ്. ഈ പറമ്പിൽ കൂടെ കണക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ പാറയുടെ പുറത്തേക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് എത്താം, ഒരു പ്രശ്നമില്ല. നമ്മൾ ഇനി ആ വഴി തന്നെയാണ് തിരിച്ചു പോകുന്നത്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയായിട്ടുണ്ട്. ചെറുതായിട്ട് മഴയൊക്കെ തുള്ളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേഗം വീടെത്താൻ വിചാരിക്കുന്നു. ഇനിയിപ്പം നനഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഓൾമോസ്റ്റ് എല്ലാവരും നനഞ്ഞിരിക്കണം. ഇനി ഒരു ചായ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാനുള്ളൊരു പരിപാടിയാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഒരപ്പംകെട്ടിലെ ചെറിയ കാഴ്ചകൾ. അപ്പോൾ ഇനി അടുത്തോട്ടം കാണാം. അപ്പോൾ നമ്മൾ വന്ന വഴിയല്ല ഇപ്പോൾ കയറി പോണത്, ചെറിയൊരു ടാസ്ക് പിടിച്ചൊരു വഴിയാണ്. ഇതാരാ കണ്ടുപിടിച്ചത് എനിക്കറിയില്ല, കൂട്ടത്തിൽ ജോസഫ് ആവാനാ സാധ്യത. അപ്പോൾ കയറാൻ ചെറിയ ബുദ്ധിമുട്ടാണ്. ഇത് മതിലിൽ പാറക്കല്ല് ഇങ്ങനെ പുറത്തേക്ക് തള്ളി വെച്ചിരിക്കുകയാണ്, സ്റ്റെപ്പ് പോലെ. കയറാൻ കുറച്ച് പാടാണ്. ഒരാളുടെ സഹായം മുകളിലെത്തുമ്പോൾ ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നിലത്ത് വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വന്ന വഴി തന്നെയാണ് ഇറങ്ങണേ. തിരിച്ചിറങ്ങാൻ വേറെ വഴികളും കാര്യങ്ങളൊന്നും ഇല്ല. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു പൈപ്പും പാലും. ഇനി നമുക്ക് നേരെ ചായ കുടിക്കാൻ പോവാം. 1 2 3 4 5 കറക്റ്റ് എടുത്തോ. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.